ഹായ് ഫ്രണ്ട്സ്, ഡിജിറ്റൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് മന്ത്ലി നമുക്ക് സിമ്പിളായിട്ടൊരു 25,000 അല്ലെങ്കിൽ ഒരു 30,000 രൂപ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ഒരു വെബ്സൈറ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഓൺലൈനിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഫ്രീ ആയി യാതൊരുവിധ ഇൻവെസ്റ്റ്മെൻറ്റ് ക്വാളിഫിക്കേഷനും ഇല്ലാതെ തന്നെ സിമ്പിളായി മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ഉപയോഗിച്ച് സിമ്പിളായിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയ വീഡിയോസുകൾ ഈ ഒരു ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോയിൽ പറയുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. തുടർന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മന്ത്ലി നമുക്ക് എങ്ങനെയാണ് ഹൗ ടു ഏൺ മൈ ഓൺലൈൻ ഇൻ ദിസ് പ്ലാറ്റ്ഫോം. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ക്യാഷ് ഉണ്ടാക്കിയെടുക്കാം. 25,000 അല്ലെങ്കിൽ 30,000 രൂപ നമുക്ക് മോർ ദൻ ക്യാഷ് നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള വീഡിയോയിലൂടെ പറയുന്നത്. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആദ്യമായിട്ട് നമുക്ക് ഗൂഗിളിൽ പോവുക. ഗൂഗിളിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, സെർച്ച് ചെയ്യുക. ഗൂഗിളിൽ സെർച്ച് ചെയ്യുക എന്ത് ഗോംറോഡ് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ്. ഇവിടെ നിങ്ങൾക്ക് മുകളിൽ കാണാൻ കഴിയും ഗോംറോഡ് എന്ന് പറയുന്ന സംഭവം. നിങ്ങൾ സെർച്ച് ചെയ്യുക. എന്നിട്ട് സിമ്പിളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനൊരു പേജിലേക്കാണ് എത്തുന്നത്. ഇങ്ങനൊരു പേജിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ആ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, സൈൻ ചെയ്യുക. സൈൻ ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇമെയിൽ ID കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ഹോം, പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ കൊളാപ്സ്, അതുപോലെ ചെക്കൗട്ട്, ഇമെയിൽ, വർക്ക് ഫ്ലോ, സെയിൽസ് എന്നൊക്കെ കാണാൻ കഴിയും, അനലൈസ് ആൻഡ് പേ ഔട്ട്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ഒരുപാട് ആളുകൾ മുമ്പ് സെല്ല് ചെയ്തത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ആളുകൾ സെല്ല് ചെയ്യണത്, എന്തെല്ലാം കാര്യങ്ങളിലാണ് ഇവിടെ സെല്ല് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കി എടുക്കേണ്ടത്, ടോട്ടൽ ഏർണിങ്, അതുപോലെ തന്നെ നമുക്ക് മന്ത്ലി ഫുള്ളായിട്ട് ഇതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ പേ ഔട്ട് വരുന്നത് നമുക്ക് ബാങ്കിലോട്ട് പേ ഔട്ട് ചെയ്യാം. ഇനി സെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് സെല്ലിങ് ടുഡേ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് സാധനം ഡിജിറ്റൽ പ്രൊഡക്റ്റായിട്ട് നമുക്ക് എന്ത് സാധനം ഇതിൽ സെല്ല് ചെയ്യാൻ കഴിയുന്നതാണ്. അതിനായിട്ട് നമുക്ക് പ്രൊഡക്റ്റ് എന്നുള്ള ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇവിടെ ഓൾറെഡി ഞാനൊരു ബുക്ക് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ന്യൂ പ്രൊഡക്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡിജിറ്റൽ പ്രൊഡക്റ്റ്, ഇത് ടെംപ്ലേറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ബുക്സുകളായിക്കോട്ടെ, കളറിംഗ് ബുക്ക്, നോട്ട് ബുക്ക്, അതുപോലെ തന്നെ ബുക്സ്, സ്റ്റോറി ബുക്സ്, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ സുഖമായിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ കാണുന്ന പ്രൊഡക്റ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ഹോമിൻ്റെ താഴത്തെ പ്രൊഡക്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ന്യൂ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാൻ ഡിജിറ്റൽ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ സെല്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ സെല്ല് ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് പേ ഔട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്യുക, എങ്ങനെ നമുക്ക് ക്യാഷ് വരുന്നതൊക്കെ ഇതിൽ നമ്മൾ പറയുന്നത് കിട്ടും. അത് നമുക്ക് ബുക്കിന് ഒരു പേര് കൊടുക്കണം. ഇവിടെ നമുക്കൊരു ബുക്കിന് നമ്മുടെ ബുക്കിനെ കുറിച്ചുള്ളൊരു പേര് ഇവിടെ കൊടുക്കണം. അതിനുശേഷം ബുക്ക് നമ്മൾ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ജസ്റ്റ് ഒരു പേര് കൊടുക്കാം. നമുക്കിവിടെ ഞാനിവിടെ ഒരു പേര് കൊടുക്കാൻ പോകുന്നു, ലവ് ആൻഡ് സ്റ്റഡി നോട്ട്ബുക്ക് എന്ന് കൊടുത്ത് ഇനി ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് കസ്റ്റമൈസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൈസ് യുവർ പ്രൊഡക്റ്റ്, നിങ്ങളുടെ പ്രൊഡക്റ്റിനൊരു പ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒരു 250 രൂപ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഏത് ക്യാഷ്, നമുക്ക് റുപ്പീസ്, അതുപോലെ തന്നെ യൂറോ, ഡോളർ, ഏത് ക്യാഷാണ് നമുക്ക് വേണ്ടത് വെച്ചാൽ അതായത് രാജ്യത്തിൻ്റെ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ത്യ സെലക്ട് ചെയ്തിട്ട് നമുക്ക് റുപ്പീസ് സെലക്ട് ചെയ്യും. അപ്പോൾ ഞാനിവിടെ ഒരു 250 രൂപ നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റിന് ഞാനിവിടെ ഓൾറെഡി കൊടുത്തിട്ടാണ്. ഇനി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് നേരെ മുകളിലേക്ക് പോയിട്ട് നമുക്കിവിടെ നെക്സ്റ്റ് കസ്റ്റമൈസ് കാണാൻ കഴിയും. ഗൈസ് നമുക്കിവിടെ നെക്സ്റ്റ് കസ്റ്റമൈസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു വിൻഡോയിലേക്കാണ് പോകുന്നത്. ഇവിടെ ഇങ്ങനെ വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആ ബുക്കിൻ്റെ പേര് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്.
ഇനി അതിനുശേഷം നമ്മുടെ ബുക്കിനൊരു ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. സിമ്പിളായിട്ട് ഞാനൊരു ChatGPT വഴി ക്രിയേറ്റ് ചെയ്ത ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ എന്ത് ചെയ്യാണ് ഇവിടെ കൊടുക്കുകയാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ നമുക്ക് ChatGPT വഴി സിമ്പിളായിട്ട് നമുക്ക് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്കൊന്നും ചെയ്യാല്ല. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ബുക്കിൻ്റെ ഒരു കവർ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അത് അപ്ലോഡ് കവർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ മൊബൈലിൽ നിന്ന് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എക്സ്റ്റേണൽ ലിങ്ക് ഉപയോഗിച്ചും അപ്ലോഡ് ചെയ്യാം. ഞാനിവിടെ എൻ്റെ കമ്പ്യൂട്ടറിലാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. നേരെ നമ്മുടെ ആ ഒരു കമ്പ്യൂട്ടറിലേക്ക് പോയിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് നമ്മുടെ ബുക്കിൻ്റെ ആ ഒരു കവർ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും എൻ്റെ ബുക്കിൻ്റെ കവർ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യെസ്, ഇവിടെ അത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബുക്കിൻ്റെ ആ ഒരു ഫോട്ടോസ് ഇവിടെ വന്നിട്ടുണ്ട്. ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ നമ്മൾ അപ്ലോഡ് തുമ്പനയിൽ കാണാം. നമ്മുടെ ബുക്കിൻ്റെ ഒരു തുമ്പനയിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ചെയ്യുമ്പോൾ അത് സ്ക്വയർ രൂപത്തിലായിരിക്കണം കേട്ടോ. അത് നമുക്ക് ChatGPT വഴി പ്രോംപ്റ്റ് തയ്യാറാക്കിയിട്ട് ഈ ഒരു ഫോട്ടോസ് നമുക്ക് ChatGPT കൊടുത്തിട്ട് ഇതിനെ സ്ക്വയർ രൂപത്തിൽ അതുപോലെ തന്നെ ഈ ഒരു ഫോർമാറ്റീസിൽ നമുക്ക് എന്ത് ചെയ്യാം, PNG-ലോ JPG-ലോ അല്ലെങ്കിൽ ഈ സൈസിൽ ഏകദേശം ഈ ഒരു സൈസ് പിക്സിൽ നമുക്കത് ക്രിയേറ്റ് എടുക്കാൻ കഴിയും. അതിനുശേഷം ആ ഒരു തമ്പനയിൽ നമ്മളിവിടെ കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങൾ സെറ്റായതിനു ശേഷം ഇവിടെ നമുക്ക് ഐ വാണ്ട് ദിസ്ന്നോ ഐ വാണ്ട് ബൈന്നോ ബൈ ദിസ്ന്നോ പേന്നോ എന്ത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അവിടെ ബൈ ദിസ് എന്ന് കൊടുക്കുന്നുണ്ട്. സമ്മറി എന്നുള്ളതിൽ നമ്മൾ ഒഴിവാക്കുക. എന്നിട്ട് എത്ര പേജാണോ നമ്മുടെ ബുക്ക്, ഈ ബുക്ക് നമുക്ക് എത്ര പേജാണെങ്കിൽ സാധാരണ വരുന്ന 24 പേജ് അല്ലെങ്കിൽ 15 പേജൊക്കെ, അതിൽ 24 കൊടുക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷം അത്ര കാര്യങ്ങളുള്ളൂ ഗൈസ്. അത്രയും കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മുടെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ അലോയില തന്നെയാണോ എന്നുള്ളത് നമ്മൾ കൊടുക്കുക. ഇവിടെ കാര്യങ്ങളൊന്നും നമുക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാറ്. അതിനുശേഷം നേരെ മുകളിലേക്ക് വരിക. മുകളിലോട്ട് വന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് കൊടുക്കുക. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുന്നതിൻ്റെ മുമ്പ് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ട്. നമുക്ക് ഇവിടെ വന്നതിന് ശേഷം ഇവിടെ നമുക്ക് കാണാൻ കഴിയും സെറ്റിങ്സ് എന്ന് അല്ലെ പേ ഔട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. ജസ്റ്റ് അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പിന്നെ വ്യൂ പേ ഔട്ട് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് നമ്മുടെ പേ ഔട്ട് ചെയ്യാനുള്ള ഒരു സംഭവമാണ്. നമുക്കിവിടെ മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി ഒക്കെ നമുക്ക് പേ ഔട്ട് ചെയ്യാം. സിമ്പിളായിട്ട് നമുക്ക് ഇതിൽ നമുക്ക് ഏതാ വേണ്ടത് വെച്ചാൽ നമുക്കിത് സെലക്ട് ചെയ്യാം. മന്ത്ലി ഉണ്ട്, ഡെയിലി ഉണ്ട്, വീക്ക്ലി ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും നമുക്കിത് സെലക്ട് ചെയ്യാം. ഉദ്ദേശിച്ച് ഞാനിവിടെ വീക്ക്ലിയാണ് കൊടുത്തിട്ടുള്ളത്. മിനിമം നമുക്ക് $10. നമുക്കിവിടെ ഇന്ത്യൻ പൈസ ആണെങ്കിൽ നമുക്കൊരു എത്ര വരിക, ഒരു 1500 രൂപ അല്ലെങ്കിൽ 2000 രൂപ നമുക്ക് സിമ്പിളായിട്ട് വിഡ്രോ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയും കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് കാണാൻ കഴിയും. ആഡ് ബാങ്ക് അക്കൗണ്ട് ഇവിടെ ഞാൻ ഏകദേശം ഒരു ബാങ്ക് അക്കൗണ്ട് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുക. ഓക്കെ, നമ്മുടെ പേര്, സിറ്റി എല്ലാം കൊടുത്തതിന് ശേഷം മുകളിലോട്ട് വരിക. അതിൽ പറഞ്ഞ എല്ലാം കൊടുത്തതിന് ശേഷം മുകളിലോട്ട് വന്നിട്ട് എന്ത് ചെയ്യുക, അപ്ഡേറ്റ് സെറ്റിങ്സ് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്ഡേറ്റ് സെറ്റിങ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേയ്മെൻറ്റ് അവിടെ റെഡി ആയിട്ടുണ്ടാവും. വീണ്ടും നമ്മുടെ പ്രൊഡക്റ്റ് എന്നുള്ള പേജിലേക്ക് തന്നെ വന്നിട്ട് നമ്മൾ അത്രയും കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തല്ലോ, ബാക്കി വെച്ചല്ലോ, ആ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ നമുക്ക് കൊടുക്കുക, പബ്ലിഷ് ചെയ്യുക. അവിടെ പബ്ലിഷ് എന്നുള്ള ഭാഗം വരും, നേരെ പബ്ലിഷ് ചെയ്താൽ മതി. ഓക്കെ, അത്രയും കൊടുത്തിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബുക്ക് നമുക്ക് എന്ത് ചെയ്യാം, പബ്ലിഷ് ആവുന്നതാണ്. അപ്പോൾ ഇത്രയും കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. പിന്നെ നമ്മുടെ PDF നമുക്കിതിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഇങ്ങനൊരു പേജിലേക്കാണ് പിന്നെ പോകുന്നത്. അപ്പോൾ നമുക്ക് ബുക്കിൻ്റെ കവർ, അതുപോലെ തന്നെ ബുക്കിൻ്റെ എന്താ പറയുക, തുമ്പനയിൽ പ്രൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. പേ ഔട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. നമുക്ക് പേയ്മെൻറ്റ് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അപ്ലോഡ് ഫയൽ എന്നുള്ള ഭാഗത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ക്യാൻവ ഉപയോഗിച്ച് നമ്മൾ ചെയ്തല്ലോ, നമ്മൾ ബുക്ക് തയ്യാറാക്കിയല്ലോ, ആ ഒരു PDF നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് പബ്ലിഷ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ബുക്ക് പബ്ലിഷ് ആവുന്നതാണ്. ബിക്കോസ് ഇവിടെ പബ്ലിഷ് ആയതിനു ശേഷം നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓൾറെഡി ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഈ ഒരു ബുക്ക് നമുക്ക്
ഇവിടെ ഒരു URL സംഭവം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. നമ്മുടെ ബുക്കിൻ്റെ URL നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ നമ്മുടെ ബുക്കിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബുക്കിൻ്റെ ഡീറ്റെയിൽ, നമ്മുടെ ബുക്കിൻ്റെ URL ഒക്കെ നിങ്ങൾക്ക് അവിടുന്ന് കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് സെൻഡ് ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് പബ്ലിഷിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ നമ്മുടെ കോപ്പി പ്രൊഡക്റ്റ് URL, ഇവിടെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ URL കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത് കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മുടെ പിൻട്രസ്റ്റിലോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ എവിടെ വേണമെങ്കിലും നമ്മുടെ ഡിജിറ്റൽ പ്രൊഡക്റ്റ് നമുക്ക് സെല് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. ഡിജിറ്റൽ വേൾഡിൽ മറ്റൊരു മെത്തേഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി നിങ്ങൾക്ക് ക്യാൻവ ഉപയോഗിച്ച് ബുക്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ, ഈ ബുക്ക് ക്രിയേറ്റ് ചെയ്യാനൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമുക്ക് ക്യാൻവയിൽ എങ്ങനെയാണ് അത് ഈ ബുക്ക് ക്രിയേറ്റ് ചെയ്യണത്, അതുപോലെ തന്നെ കുട്ടികളുടെ കളർ ബുക്ക്, അതുപോലെ തന്നെ മറ്റു പുസ്തകങ്ങളൊക്കെ എങ്ങനെയാണ് ഡിജിറ്റൽ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള വിവരണങ്ങളൊക്കെ അതിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ആമസോൺ KDPയിൽ പിൻട്രസ്റ്റിൽ ഒക്കെ നിങ്ങൾക്ക് സെല് ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ആമസോൺ KDPനെ കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് പരിശോധിച്ചൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.